ഹലോ, നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സണിൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സണിൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട് എന്താണ്? ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ എന്താണെന്ന് നോക്കാം. ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. ഇപ്പോൾ ലേറ്റ് നൈറ്റിൽ അയാൾ നിങ്ങളെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്. നിങ്ങൾ അയാളുടെ ഉള്ളിലുണ്ട്, അയാളുടെ മനസ്സിലുണ്ട്, പക്ഷേ അയാളിപ്പോൾ മറ്റെവിടെയോ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ അയാൾക്കൊരു കാഴ്ചപ്പാടുണ്ടാവും, ഒരു ജോലി സ്ഥിരത വേണം, അല്ലെങ്കിൽ ജോലിയിൽ ഫോക്കസ് ചെയ്യണമെന്നായിരിക്കും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ ഇതൊരു ചീറ്റിങ്ങിൻ്റെ കാർഡാണ്. അതായത് ഈ പേഴ്സൺ ചിലപ്പോൾ ഈ കാർഡുണ്ടല്ലോ, ഈ കിങ് ഓഫ് വാണ്ട്സിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലേർട്ടി ടൈപ്പുള്ള ആളെന്നാണ്. അതായത് ഒരു വാണ്ടിനെ അല്ലെങ്കിൽ ഒരു പാഷനെ പിന്തുടർന്ന് അതിനെ നേടിയതിന് ശേഷം വാട്ട് ഈസ് നെക്സ്റ്റ്, അടുത്തത് എന്താണെന്ന് നോക്കിയിരിക്കുന്ന ഒരാളാണ്. ഒരുതരം ഫ്ലേർട്ടി ടൈപ്പുള്ള ഒരാളായിട്ടാണ് ഈ കിങ് ഓഫ് വാണ്ടിനെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ചിലപ്പോൾ മൂന്നാമതൊരു ആളിലേക്ക് പോയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് ഇതൊരു ചതിയുടെ കാർഡാണ്. 7 ഓഫ് സ്വാർഡ് എന്ന് പറയുന്ന ഒരു ചതിയുടെ കാർഡാണ്. ചിലപ്പോൾ ഇത് അയാളുടെ പാസ്റ്റിൽ നിന്ന് വന്നിട്ടുള്ള ആളാവാം. ചിലപ്പോൾ അയാളുടെ മുൻപ് ഇയാൾക്ക് അറിയാവുന്ന ഒരാളോ അല്ലെന്നുണ്ടെങ്കിൽ ഇയാളുടെ എക്സ് ആകാനും സാധ്യതയുണ്ട്. അപ്പോൾ അവരെക്കുറിച്ച് ആലോചിക്കുകയോ അവരിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയോ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് നിങ്ങളുടെ പേഴ്സൺ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് നിങ്ങളുടെ പേഴ്സൺ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ് കാണുന്നത്. അവരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു, അവരുമായി സന്തോഷമായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അവരെ ആണിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇത് പറയാൻ എനിക്ക് വിഷമമാണ്, എന്നാലും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ അയാൾക്ക് അയാളുടെ ഉള്ളിൽ അതത്ര ശാശ്വതമായ ഒരു റിലേഷൻഷിപ്പ് അല്ല എന്ന് ബോധ്യം ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും അയാൾ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നൈറ്റ് ഓഫ് പെൻറ്റക്കിളിൻ്റെ എനർജി ആയതുകൊണ്ട് വളരെ പതുക്കെ മാത്രമേ നിങ്ങളിലേക്ക് വരികയുള്ളൂ. ലാസ്റ്റ് കാർഡ് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിലേക്ക് പോയിട്ടുള്ളതായിട്ട് നമുക്കറിയാം. അപ്പോൾ ഇയാൾ തേർഡ് പാർട്ടിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിലും അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നതെങ്കിലും നിങ്ങളിലേക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ടും അവരിൽ ഒരു പുതിയൊരു ഇമോഷൻ നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്നും നിങ്ങളോടൊരു പുതിയ ഇമോഷനും അവർക്ക് തോന്നുന്നതായിട്ട് കാണുന്നുണ്ട്. അവർ നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും മടങ്ങി വരും. അതിനുള്ള ഒരു ഇമോഷണൽ അവേക്കനിങ് അവരിലുണ്ടായിട്ടാണ് കാണുന്നത്. നിങ്ങളിലേക്ക് തിരിച്ചു വന്നൊരു റീയൂണിയൻ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ഓക്കെ, താങ്ക് യു.